നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. CPIയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരുമായുള്ള PMC കരാറിൽ നിന്ന് പിൻവാങ്ങാൻ കേരളം കത്ത് നൽകിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹയർ സെക്കൻഡറി തലത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം പിൻപറ്റുന്ന NCERT പാഠപുസ്തകങ്ങൾ തൽക്കാലം മാറ്റേണ്ടതില്ലെന്ന നിലപാടിലാണ് സർക്കാർ. സിലബസിൽ മുഗൾ ഭരണം ഉൾപ്പെടെ ചരിത്ര പാഠങ്ങളിൽ കേന്ദ്രം തുടർച്ചയായി കത്രിക വയ്ക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്. എങ്കിലും സാമൂഹ്യശാസ്ത്രവും ചരിത്രവും ഉൾപ്പെടെയുള്ള പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്ത് ഒഴിവാക്കില്ല. അടുത്ത അധ്യയന വർഷം ഹയർ സെക്കൻഡറിയിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച മന്ത്രി V. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തത്. മുൻ വർഷങ്ങളിൽ ചരിത്ര പാഠങ്ങൾ വെട്ടിമാറ്റി വിവാദമുണ്ടായപ്പോൾ ഒഴിവാക്കിയ ഉള്ളടക്കം ഉൾപ്പെടുത്തി കേരളം പ്രത്യേക പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും പോലെ കേന്ദ്രം വെട്ടിത്തിരുത്തുന്ന വിഷയങ്ങളിൽ സംസ്ഥാനം സ്വന്തമായി പുസ്തകങ്ങൾ പുറത്തിറക്കണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. ഇത്തവണ കരിക്കുലം കമ്മിറ്റിയിലും ഈ ആശങ്ക ഉയർന്നു. കേന്ദ്രം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഇനിയും പാഠഭാഗങ്ങൾ വെട്ടിമാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ NCERT പുസ്തകങ്ങൾ തുടരുന്നത് യുക്തിസഹമാണോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ പരിശോധിച്ച ശേഷം നടപടി പോരെ എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി. +1 അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ പാഠ്യപദ്ധതി നിലവിൽ വരും. ഇതിനായി ഇപ്പോഴുള്ള പോലെ 41 പുസ്തകങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERT തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ ഭാഷാ വിഷയങ്ങൾക്ക് പുറമെ കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ വർക്ക്, ഇലക്ട്രോണിക്സ്, ഹോം സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് 41 പുസ്തകങ്ങൾ തയ്യാറായിരിക്കുന്നത്. ചരിത്രം, സാമൂഹ്യശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ 44 പുസ്തകങ്ങൾക്ക് പതിവ് പോലെ NCERTയെ ആശ്രയിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. രാജ്യത്തെ സ്കൂളുകളിലും ഔദ്യോഗിക ചടങ്ങുകളിലും ദേശീയ ഗാനത്തിന് മുമ്പായി വന്ദേ മാതരത്തിൻ്റെ 6 ചരണങ്ങൾ ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് പുതിയ ഔദ്യോഗിക പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുള്ളത്. പുതിയ നിർദ്ദേശപ്രകാരം വന്ദേ മാതരത്തിൻ്റെ 6 ഖണ്ഡികകൾ ഉൾപ്പെട്ട 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള പതിപ്പാണ് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കേണ്ടി വരിക. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരുമിച്ച് ആലപിക്കുന്ന അവസരങ്ങളിൽ വന്ദേ മാതരത്തിന് മുൻഗണന നൽകണമെന്നും അത് ആദ്യം ആലപിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഗീതം ആലപിക്കുമ്പോഴോ പ്ലേ ചെയ്യുമ്പോഴോ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും ജനുവരി 28 പുറപ്പെടുവിച്ച 10 പേജുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വാർത്താ ചിത്രങ്ങളിലോ ഡോക്യുമെൻ്ററികളിലോ സിനിമയുടെ ഭാഗമായോ ഗീതം കേൾപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. ഇത് സിനിമയുടെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താതിരിക്കാനാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ബാൻഡ് സെറ്റുകളുടെ അകമ്പടിയോടെ വന്ദേമാതരം അവതരിപ്പിക്കുന്ന അവസരങ്ങളിൽ ഗീതം ആരംഭിക്കുന്നതിന് മുൻപായി 7 താളത്തിലുള്ള ഡ്രം റോൾ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ചടങ്ങുകളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശമിറക്കിയിട്ടുള്ളത്. സിവിൽ ഇൻവെസ്റ്റിറ്റ്യൂറുകൾ, രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ, ദേശീയ പതാക പരേഡിനായി കൊണ്ടുവരുന്ന സമയം എന്നിവിടങ്ങളിൽ ഗീതം കേൾപ്പിക്കണം. സാംസ്കാരിക പരിപാടികളിലും പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും ഗീതം കേൾപ്പിക്കുന്നതിനൊപ്പം സമൂഹാലാപനവും നടത്തണം. സ്കൂളുകളിൽ രാവിലെ വന്ദേഭാരതം ആലപിക്കണമെന്നും വിദ്യാർത്ഥികളിൽ ദേശീയ പതാകയോടും ദേശീയ ഗീതത്തോടും ആദരവ് വളർത്താൻ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് വ്യക്തമായ നിയമങ്ങളും പ്രോട്ടോക്കോളുകളും നിലവിലുണ്ടായിരുന്നെങ്കിലും വന്ദേഭാരതത്തിന് അത്തരത്തിലുള്ള ഔദ്യോഗിക നിബന്ധനകൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ദേശീയഗാനത്തിന് ബാധകമായ പ്രോട്ടോക്കോളുകൾ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ബാധകമാക്കുന്നതാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം. നിയമപ്രകാരം ദേശീയഗാനത്തെ ബഹുമാനിക്കാതിരിക്കുകയോ മറ്റുള്ളവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് പരമാവധി 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ്. ഇനി ഇത് വന്ദേ മാതരത്തിനും ബാധകമാകും. 2025 ഡിസംബറിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിനിടെ വന്ദേ മാതരം ചൂടേറിയ ചർച്ചയായി മാറിയിരുന്നു. ദേശീയ ഗീതത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു ഭരണപക്ഷം. 10 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭരണപക്ഷത്തെ നയിച്ചത്. 1937 കോൺഗ്രസ് ഗാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തതിലൂടെ ദേശീയ പ്രതീകത്തെ ദുർബലപ്പെടുത്തിയെന്നും വന്ദേ മാതരത്തെ വിഭജിച്ചതാണ് രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണമായതുമെന്നുമായിരുന്നു മോദിയുടെ ആരോപണം. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രമേയവും വന്ദേ മാതരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. കാർഷിക മേഖലയിലെ ഇളവടക്കം ഇന്ത്യ-US വ്യാപാര കരാറിലെ നിർണായക വ്യവസ്ഥകൾ തിരുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. തിരുത്തൽ വരുത്തിയ കരാറിൻ്റെ ഫാക്ട് ഷീറ്റ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. കരാർ വ്യവസ്ഥകളെ ചൊല്ലി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് നിർണായക വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതെന്ന പ്രത്യേകതയും കൂടെയുണ്ട്.
ഉഭയകക്ഷി കരാറിൽ ഇന്ത്യ US മുന്നിൽ രാജ്യ താൽപ്പര്യങ്ങൾ അടിയറ വെച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ചില പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയിൽ നികുതി ഇളവോ പൂർണ്ണമായി ഒഴിവാക്കുന്നതോ ആയ കാര്യങ്ങൾ ഇന്ത്യ പരിഗണിക്കുമെന്നായിരുന്നു US കരാർ രേഖയിലുണ്ടായിരുന്നത്. എന്നാൽ പുതുക്കിയ രേഖയിൽ പയറുവർഗ്ഗം എന്ന പരാമർശം തന്നെ നീക്കി. ലോകത്തെ വലിയ പയറുവർഗ്ഗ ഉൽപ്പാദകരും ഉപയോക്താവുമായ രാജ്യത്ത് ഇത്തരം ഒരു ഇളവ് നൽകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നതിനിടെയാണ് മാറ്റം. കർഷക താൽപ്പര്യം മുൻനിർത്തി മേഖലയിൽ നിലവിൽ US നിന്നുള്ള പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്ക് ഉയർന്ന നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത്. കരാറിൽ $500 ബില്യൺ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ US നിന്ന് വാങ്ങാൻ ഇന്ത്യ പ്രതിബദ്ധമാണെന്ന ഭാഗത്തും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രതിബദ്ധരാണ് എന്നതിന് പകരം ഉദ്ദേശിക്കുന്നു എന്നാക്കി മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഈ ഭാഗത്തിലെ ഉൽപ്പന്നങ്ങളെപ്പറ്റി പറയുന്നിടത്തും മാറ്റമുണ്ട്. നേരത്തെ കാർഷികോൽപ്പന്നങ്ങൾ ഇതോടനുബന്ധിച്ച് ഇന്ത്യ വാങ്ങുമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതുക്കിയ കരാറിൽ അത് നീക്കം ചെയ്തു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ഇന്ത്യ ഈടാക്കിയിരുന്ന ഡിജിറ്റൽ സർവീസ് ടാക്സ് ഒഴിവാക്കുമെന്ന പരാമർശത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ വ്യാപാരത്തിൽ വിവേചനപരമായ രീതികളും തടസ്സങ്ങളും പരിഹരിക്കുന്ന രീതിയിൽ ഉഭയകക്ഷി ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പുതുക്കിയ രേഖയിൽ പറയുന്നത്.